രാവിലെ 5 മണിക്ക് എണീറ്റ് റെഡി ആയിട്ടാണ് നമ്മൾ പാലക്കാടോട്ട് പോകുന്നത്. രാവിലെ റെഡിയൊക്കെയായി ഓട്ടോ പിടിച്ച് തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നമ്മൾ കാറിലാട്ടോ പോകുന്നത്. കുതിരാൻ ടണൽ ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. പാലക്കാട് എത്തിക്കഴിഞ്ഞ പിന്നെ ഏറ്റവും കൂടുതൽ ഹരിതാവും പച്ചപ്പും നിറഞ്ഞ സ്ഥലമാണ്. ഞാൻ അവിടെ കുറേ മറ്റേ മാടക്കട സെറ്റപ്പ് കണ്ടു. പണ്ടത്തെ മുറുക്കം കട ഉണ്ടല്ലോ, ആ സെറ്റപ്പ്. നമ്മൾ പോയത് എയർ ഹാൻഡ്ലൂംസിലോട്ടാട്ടോ. എൻ്റെ ചേട്ടന് കല്യാണത്തിനുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയതാ. നമ്മൾ അവിടെ ചെന്നപ്പോൾ തന്നെ അവിടുത്തെ ഒരു ഷോപ്പിൽ കയറി ഫുഡൊക്കെ കഴിച്ചു രാവിലത്തെ. ദെൻ നമുക്ക് എല്ലാവർക്കും വാഷ്റൂമിൽ പോകണമായിരുന്നു. അങ്ങനെ വാഷ്റൂമിലും കൂടെ പോയിട്ടാണ് നമ്മൾ ഷോപ്പിലോട്ട് കയറിയത്. ആദ്യം നമ്മൾ മന്ത്രകോടി നോക്കാൻ വേണ്ടിയിട്ടാട്ടോ പോയത്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. എങ്ങനെയുണ്ട്? എല്ലാവരും കൂടി ആ ബ്രൈഡിനെ കരയിപ്പിച്ച് ഗൈസ്. ഇതാണ് നമ്മളെടുത്ത ഒരു സാരി. വേറൊരു സാരിയും കൂടെ ഉണ്ട്. ഇതാണ് നമ്മുടെ ഗ്രൂം, അതായത് എൻ്റെ ചേട്ടൻ. ഇവിടെയുള്ള ഫുൾ സംഭവം നമ്മുടെ കൈ കൊണ്ട് നെയ്തെടുത്ത സെറ്റപ്പ് ആണെന്ന് പറഞ്ഞു. ഇവിടെ സെറ്റ് സാരിക്ക് നല്ല അടിപൊളി കളക്ഷൻ ഉണ്ട്. ഇത് ക്രിസ്മസിനേക്കുള്ള സെറ്റപ്പ് ആട്ടോ. ഇത് മുണ്ടാണ്. എൻ്റെ കുഞ്ഞുമ്മ രാജുവേട്ടൻ്റെ ഫാൻ ആയിരുന്നു. അപ്പോൾ കണ്ടപ്പോൾ തന്നെ ഓടിപ്പോയി പുള്ളീൻ്റെ അടുത്ത് സംസാരിച്ചു. പിന്നെ അവരുടെ സർവീസിനെ പറ്റി പറയുവാണെങ്കിൽ അടിപൊളി സർവീസ് ആയിരുന്നു. നമുക്ക് വേണ്ടി അവരൊരു സെയിൽസ് ഗേളിനെ തരും. ആ സെയിൽസ് ഗേൾ നമ്മുടെ എല്ലാ പർച്ചേസിനും നമ്മുടെ ഒപ്പം നിൽക്കും. ആൻഡ് നമുക്ക് കോഫി, ടീ, ഡ്രിങ്ക്സ് എല്ലാം പ്രൊവൈഡ് ചെയ്ത് നല്ലൊരു സർവീസ് ആയിരുന്നു. ഞാൻ അവിടെ നിന്നൊരു ലെഹങ്ക സാരിയൊക്കെ നോക്കി, പക്ഷെ എനിക്ക് അധികം ഇഷ്ടപ്പെട്ടില്ല. ഞാനും ഇവനും ഒക്കെ അവിടെ കിടന്ന് പൂരം ഉറക്കമായിരുന്നു. നമ്മളൊരു 4 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മുടെ ലഞ്ച് കഴിച്ചത്. ആ സമയത്ത് എൻ്റെ ഫോൺ ഓഫായി പോയി. പിന്നെ ലഞ്ച് കഴിക്കാൻ കയറിയ ഷോപ്പിൽ ഫോൺ കുത്തിയിട്ടു ഞാൻ. ഇതാണ് ഫേമസ് വെടിക്കെട്ടും പൂരം ഒക്കെ നടക്കുന്ന ഉത്രാളിക്കാവ് ടെമ്പിൾ. ഇവിടെയൊക്കെ വരണമെന്നുണ്ട്, ഒരു ദിവസം വരണം. നമ്മളങ്ങനെ കോട്ടയത്ത് വന്ന് അവിടുന്ന് ഒരു ഓംപ്ലേറ്റും കഴിച്ച് നേരെ ബസ് പിടിച്ചാട്ടോ വീട്ടിൽ പോണേ. വീട്ടിൽ ചെന്ന് ഞാൻ കുളിച്ച് കഴിച്ചു ഉറങ്ങി.